കാസർഗോഡ് എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ടോപ്പ് ടൈമിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായിട്ടുള്ളത് ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അവர்களാണ്. സ്വാമി അങ്ങേക്ക് വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം, അതിൻ്റെ കാലിക പ്രസക്തി ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയല്ല, അങ്ങനൊരു സാമൂഹ്യ വ്യവസ്ഥയിലൂടെയാണ് നമുക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് അറിയപ്പെടുന്നു, പിന്നീട് വിപ്ലവകാരി എന്നറിയപ്പെടുന്നു, പിന്നെ വിശ്വഗുരു എന്ന് പറയുന്നു. സ്വാമി ഏത് തരത്തിലാണ് ഇതിനെ കാണുന്നത്? ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തിൻ്റെ കാലിക പ്രസക്തി എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. കാരണം ഗുരുദേവ ദർശനത്തിന് കാലാതീതമായ പ്രസക്തിയാണുള്ളത്. ഏത് കാലത്തും പ്രസക്തിയാർന്ന തത്വദർശനമാണ് ശ്രീനാരായണ ഗുരു ലോകത്തിൽ സംഭാവന ചെയ്യുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. ഏത് കാലഘട്ടത്തിലും മതമുണ്ടാകും. ആ കാലഘട്ടത്തിലൊക്കെ അക്കാലവും മനുഷ്യൻ നന്നാകണമെന്നുള്ള പ്രേരണ ചെലുത്തിക്കൊണ്ട സന്ദേശവും ദർശനവും ഒരു ജാതി ഒരു മത ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള അവസ്ഥ സംജാതമാകുന്നതിലേക്കും ആ സന്ദേശത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് കാലാതീതമായ ദർശനമാണ് ഗുരുവിൻ്റെ. അങ്ങനെ കാലാതീതമായ ദർശനം നൽകിയ ആ ഒരു വിശ്വമഹാഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് സാമൂഹിക പരിഷ്കരണവും സാമൂഹിക വിപ്ലവവും സ്വതന്ത്ര ചിന്തയും യുക്തിചിന്തയും ഇതെല്ലാം ചേർന്ന ബ്രഹ്മനിഷ്ഠനായ ലോകഗുരുവാണ് ശ്രീനാരായണ. ഈ ദർശനം ഗുരുദേവന്റെ ഈ ദർശനത്തിന് ഏകദേശം നമുക്കിപ്പം ശിവഗിരി മഠം സ്ഥാപിതമായിട്ട് തന്നെ ഏകദേശം നോക്കി, അതായത് ഒരു 1.25 നൂറ്റാണ്ട് പിന്നിടുകയാണെങ്കിൽ ഒരു അത്തരത്തിലാണെങ്കിൽ പോലും ജാതി ചിന്തയുടെ വർഗചിന്തയുടെ അല്ലെങ്കിൽ വർണ്ണ വിവേചനത്തിൻ്റെ ഒക്കെ ചില അങ്ങിങ്ങായി ചില കാര്യങ്ങൾ നമുക്ക് ഇന്നും സമൂഹത്തിൽ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. സ്വാമി ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലത്തിനതീതമായി ഗുരുദേവ ദർശനം അത് സനാതനമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ പരിഷ്കൃത സമൂഹത്തിൽ പോലും അങ്ങിങ്ങായിട്ടൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത്? മഹാഗുരുക്കന്മാരുടെ ജീവിതവും ദർശനവും ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ്. അതിലൂടെ ഒരു കാലത്തും മുഴുവൻ ജനസമൂഹവും സൗദ്ധരിക്കപ്പെടുന്നില്ല. ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും ഒക്കെ ജീവിതം അങ്ങനെയാണ്. ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജാതിയിൽ നിന്നും മതഭേദത്തിൽ നിന്നും സങ്കുചിതമായ ഭേദചിന്തകളിൽ നിന്നും വിമുക്തമായിട്ടുണ്ട്. ഇന്നും ലോകത്ത് വിമുക്തമായിക്കൊണ്ടിരിക്കും. എന്നാൽ അപ്പോഴും സമൂഹത്തെ സംബന്ധിച്ചാകുമ്പോൾ സമൂഹം ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ഭേദ വ്യത്യാസത്തോടു കൂടി കഴിയും. ഇന്നും കഴിയും, നാളെയും കഴിയും, എന്നും കഴിയും. സ്വാമി, ഗുരുദേവന്റെ ദർശനം സമൂഹത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി ശിവഗിരി മഠത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ്? ശിവഗിരി മഠം സന്യാസിമാര് ഇന്ന് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നു. സാധാരണ ആശ്രമ സങ്കല്പങ്ങളിൽ സന്യാസിമാർ ആശ്രമത്തിലിരുന്ന് ആത്മീയ ഉപദേശം നൽകുകയും ഭക്തന്മാരെ ഉപദേശിക്കുകയും എന്തെങ്കിലും പ്രസാദമൊക്കെ നൽകുകയോ
അല്ലെങ്കിൽ ആത്മീയമായ മറ്റുള്ള സാധനാനുഷ്ഠാനങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തോ കഴിയുന്ന ഒരു സമ്പ്രദായത്തിനപ്പുറത്ത് സന്യാസി എന്ന ത്യാഗി, പരോപകാരാർത്ഥം പ്രയത്നിക്കുന്നവൻ എന്നിങ്ങനെ സന്യാസത്തിന് പുതിയ മൂല്യം നൽകിക്കൊണ്ടുള്ള ഗുരുവിൻ്റെ പ്രവർത്തനത്തെ പിന്തുടർന്ന് ശിവഗിരിയിലെ സന്യാസിമാർ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി, പ്രത്യേകിച്ച് ഇക്കാലത്ത് ഞങ്ങളൊക്കെ കൂടുതൽ ആ രംഗത്ത് വ്യാപരിച്ചുകൊണ്ടാണ് ആത്മീയതയിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള സാമൂഹിക സേവനം നിർവഹിച്ചു കൊടുക്കുന്നത്. ആത്മീയതയിൽ അടിയുറച്ചു നിന്നുള്ള സാമൂഹ്യ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന മഠത്തിലത്തെ സ്വാമി, നമ്മൾ സാധാരണ ഗുരുദേവൻ ഒരു മഹത്തായ മറ്റൊരു സന്ദേശമാണ് സംഘടന കൊണ്ട് ശക്തരാകും, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകും. ഇത് ശ്രീനാരായണീയർക്കിടയിൽ തന്നെ പൊതുവെ മാനവ സമൂഹത്തിനോട് ആഹ്വാനം ചെയ്ത ഈ മഹത്തായ സന്ദേശം ഏത് തരത്തിലാണ് ഇന്ന് ശ്രീനാരായണീയ ഭക്തർക്ക് അല്ലെങ്കിൽ ശ്രീനാരായണന്റെ അടിയിൽ തന്നെ ഇത് വ്യാപിക്കുന്നത്? ഗുരുദേവൻ സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന് ഉപദേശിച്ചു, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ എന്ന് കൽപ്പിച്ചു. പക്ഷേ ഇപ്പോഴത്തെ പൊതുവായിട്ടുള്ള സ്ഥിതി സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്നുള്ളതിനപ്പുറത്ത് സംഘടനകൾ കൊണ്ട് കൂടുതൽ സംഘടനകൾ സ്ഥാപിച്ച് ശക്തി നേടാനുള്ള ഒരു ശ്രമത്തിലാണ് എന്ന് തോന്നുന്നു. സ്വാമി ഒന്നുകൂടി അല്പം കൂടി അത് വ്യക്തമായി അല്ലെങ്കിൽ വിശദമായിട്ടൊന്ന് സ്പഷ്ടീകരിച്ച് പറയുകയാണെങ്കിൽ. ഗുരുദേവൻ ആശിച്ച രൂപത്തിൽ സംഘടിത ശക്തിയാകാതെ ഗുരുവിൻ്റെ അനുയായി വൃന്ദം തന്നെ കൂടുതൽ സംഘടനകൾ സ്ഥാപിച്ചു. ഗുരുവിൻ്റെ ആദർശത്തെ, ദർശനത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാതെ അതിൽ നിന്നുമൊക്കെ വ്യതിചലിച്ച് മറ്റു പലതിൻ്റെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുസ്ഥിതി, ദുരവസ്ഥയുണ്ട്. ഇപ്പം ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എങ്കിൽ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു അടിമത്വ മനസ്ഥിതിയോടുകൂടി ഈ ശ്രീനാരായണ സമൂഹം മാത്രമല്ല സമൂഹം കഴിഞ്ഞു വരികയാണ്. അടിമത്വ മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ജാതീയത, ചാതുർവർണ്ണ വ്യവസ്ഥ ശക്തമായിരിക്കുകയും ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി വലിയ തുകകൾ സംഭാവന ചെയ്ത് വലിയ തുകകൾക്ക് അവിടെ പൂജയും ആരാധനയൊക്കെ നടത്തി അവിടെ നിന്ന് അവർ വെറുതയോടുകൂടി പോരുന്നു. അവർ നൽകിയ സംഭാവനയും തുകയും കൊണ്ട് വെറും ന്യൂനപക്ഷമായിരിക്കുന്ന സവർണ ജനവിഭാഗം ക്ഷേത്രം കേന്ദ്രീകരിച്ച് 95% ഉദ്യോഗവും കൈക്കലാക്കി അവർ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കുത്തക അവകാശം അവർ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതം. സ്വാമി ഈ പറഞ്ഞതൊന്നും നമ്മളത് കൂട്ടി വായിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകക്കാരനെ സംബന്ധിച്ചൊരു വിവാദം ഈ അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി. സ്വാമിയുടെ വിവക്ഷ എന്താണ്? കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ മാത്രമല്ല, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് കടന്നു കയറുവാൻ ഇന്നും സാധിക്കുന്നില്ല. ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തുന്നത് ന്യൂനപക്ഷമായ സവർണ ജനവിഭാഗങ്ങളാണ്. സാധാരണ ഇപ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ താന്ത്രിക വിദ്യകൾ പഠിച്ച വേദപാഠശാലയിൽ നിന്നും താന്ത്രിക വിദ്യകൾ പഠിച്ച ആളെ നിയമിക്കാനുള്ള വ്യവസ്ഥകൾ ഇന്നുണ്ടല്ലോ, അത് എത്രത്തോളം പാലിക്കുന്നു? ഞാൻ ഈ താന്ത്രിക വിദ്യ ശീലിച്ചിട്ടുള്ള നിരവധി വ്യക്തികളുമായിട്ടൊക്കെ സംസാരിച്ചു നോക്കിയിട്ടുണ്ട്. എല്ലാം അറിയാമെന്ന് ഭാവിച്ചു കഴിയുന്ന പലർക്കും അടിസ്ഥാന മന്ത്രങ്ങൾ പോലും അറിയില്ല. നമ്മളുടെ ജസ്റ്റിസ് പരിപൂർണ ഒരിക്കലെ ശബരിമലയിലെ തന്ത്രിയോട് സൂക്തങ്ങൾ, ഗണേശ സൂക്തവും പുരുഷ സൂക്തവും വിഷ്ണു സൂക്തവും
ഓരോ സുഹൃത്തുക്കളും ചോദിച്ചിട്ട് അറിഞ്ഞുകൂടാ എന്ന് വന്നപ്പോൾ അവസാനം താങ്കൾക്ക് സ്ത്രീ സൂക്തം അറിയാമോ എന്ന് ചോദിച്ച് പരിഹസിച്ചത് നമ്മുടെ സ്മൃതിപഥത്തിൽ ഇപ്പോഴും ഉണ്ട്. ഏതാണ്ട് ആ ഒരു ദുസ്ഥിതി പല വൈദികന്മാരുടെ ഇടയിലും ഉണ്ട്. എന്നാൽ പിന്നോക്ക ജനവിഭാഗങ്ങളിൽ വൈദികം തന്ത്രം നന്നായി പഠിച്ച നിരവധി വ്യക്തികൾ ഉണ്ട് താനും. പക്ഷെ അവർക്ക് ഈ വൈദിക പാഠശാലയിൽ നിന്നും അത് കൃത്യമായി പഠിച്ച ആളുകൾക്ക് ദേവസ്വം ബോർഡ് അനുശാസിക്കുന്ന നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നില്ല, ആ നിയമനത്തിന് ലഭിക്കുന്നില്ല എന്നാണ് സ്വാമിയുടെ അഭിപ്രായം. അവർക്ക് വാസ്തവത്തിൽ പഠിച്ചു വന്നു കഴിഞ്ഞാലും അടിസ്ഥാനം ജാതിയാണ്, വർണ്ണമാണ്. ജാതി വർണ്ണ വ്യവസ്ഥയുടെ പേരിൽ അവരൊക്കെ മുഖ്യധാരയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോവുകയാണ്. പിന്നെ പല സ്ഥലങ്ങളിലും ഈ ഗുരുദേവ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ഈ വൈദികന്മാരും വലിയ ശുഷ്കാന്തി കാണിക്കാറില്ല. അവരും സവർണ ജനവിഭാഗങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പാരമ്പര്യ അധിഷ്ഠിതമായ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളും ഗുരുദേവ സംസ്കാരത്തെയും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയും നമുക്ക് കാണുവാൻ സാധിക്കും. സ്വാമി, നമുക്കിപ്പോൾ ജാതി വ്യവസ്ഥ പ്രകടമായിട്ടല്ലെങ്കിൽ വളരെ ഗോപ്യമായിട്ടും അല്ലെങ്കിൽ വളരെ രഹസ്യമായിട്ടൊക്കെ കാണുന്ന നമ്മുടെ സാമൂഹ്യ മേഖലയിൽ നമുക്ക് തൊഴിൽപരമായിട്ടും അല്ലാതെ പല മേഖലകളും ഉണ്ടല്ലോ. സ്വാമിയുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ അവ്യക്തമായിട്ടും കാണുന്ന ചില സ്ഥലങ്ങൾ എവിടെയായിരിക്കും? ജാതി വ്യവസ്ഥ അത് അടിതൊട്ട് മുടി വരെ സർവ്വതിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സമയം മുമ്പൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ ജാതി വ്യവസ്ഥ കൂടുതൽ കാണുന്നുണ്ട്. സമയത്ത് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതെങ്ങനെ ആ ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ്? സിനിമാ സിനിമയിലൊക്കെ നല്ല കഥാപാത്രങ്ങളായി അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കഥകൾ ഉണ്ടാകുന്നില്ല. സമയം സൂചിപ്പിച്ച മണിച്ചിത്രത്താഴ് സിനിമ ഒരു മണിച്ചിത്രത്താഴിന്റെ കഥ വാസ്തവത്തില് അത് ആലുമൂട് കുടുംബം ഈഴവ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്നത് ഈഴവ കുടുംബമല്ല, സവർണ കുടുംബമാണ്. കഥാതന്തു അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ ഒരു കാരണം എന്തായി? അങ്ങനെ സവർണ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഥകൾ അവതരിപ്പിച്ചാലേ വിജയിക്കൂ എന്നുള്ള അന്ധമായ ധാരണ വെച്ചു പുലർത്തുന്നു. അതാണ് കാരണം. ആ ധാരണ എന്നത് ഈ പ്രേക്ഷകർ എന്നത് ഇപ്പൊ 100% എടുത്തു കഴിഞ്ഞാൽ അത് ഇന്ന വിഭാഗം സമൂഹത്തിൽ വിവിധ മേഖലകളിലെ ആളുകൾ വന്നു ചേരുമ്പോഴാണല്ലോ അത് പ്രേക്ഷകരാകുന്നത്. അപ്പം ആ കഥാതന്തു അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് അതിന് പിന്നിലുള്ള യുക്തി എന്താണെന്നാണ് എൻ്റെ ഒരു സംശയം. നല്ല ആളുകളും നല്ല സംസ്കാരവും നല്ല കാര്യങ്ങളും ഒക്കെ സവർണ ജനവിഭാഗങ്ങളെ സംഭവിക്കുകയുള്ളൂ. അവർണ പിന്നോക്ക ജനവിഭാഗങ്ങളെല്ലാം അധസ്ഥിതരാണ്. ചിന്ത കൊണ്ടും ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഒരു പിന്നോക്കാവസ്ഥയിലാണ്. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് അന്ധമായിട്ട് ഈ സംവിധായകന്മാരൊക്കെ ധരിച്ചിട്ടുണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞാല് ഈ മഹാത്മാക്കളുടെ ചിത്രങ്ങളൊക്കെ പലപ്പോഴും സിനിമയിൽ കാണിക്കാറുണ്ട്. ദേവീദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പം ബുദ്ധൻ്റെയോ ക്രൈസ്റ്റിൻ്റെ, അത് വ്യാപകമാണ് ക്രൈസ്റ്റിൻ്റെ. അതുപോലെ പലപ്പോഴും സ്വാമി വിവേകാനന്ദനും ഒക്കെ വരാറുണ്ട്. പക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ചിത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമ വളരെ വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലും ഒന്ന് കാണും. അത്രയേ ഉള്ളൂ. ദേവീദേവന്മാരെ തൊഴുത് ഭജിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഗാനങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. പക്ഷേ ഒരു കുടുംബത്തിലെ ഗുരുദേവനെ ഭജിച്ചുകൊണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഗുരുദേവനെ ഭജിച്ച് ഈശ്വരനായിട്ട് കണ്ട് ആരാധിക്കുന്നുണ്ട്, ക്രിസ്ത്യാനി യേശുവിനെ ആരാധിക്കുന്നത് പോലെ. അപ്പോൾ ഗുരുദേവനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയോ ഭജനയോ ഒന്നും ഒരു സിനിമയിലും കാണില്ല. പണ്ട് ദുർഗ എന്നുള്ള സിനിമയിൽ
ഗുരുദേവ ഗുരുദേവ ശിവഗിരി തേടി വരുന്നു എന്നൊരു പാട്ടൊഴിച്ചാൽ ഈ സംവിധായകന്മാർ ഒരിക്കലും ഗുരുദേവന്റെ ഒരു കീർത്തനം ചൊല്ലിയുള്ള നല്ലൊരു രംഗം അവതരിപ്പിക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം ഗുരുവിനെ അവർ കാണുന്നത് ചെറിയ കണ്ണുകൊണ്ട് ഒരു സമുദായ നേതാവ്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന തലത്തിൽ മാത്രമാണ്. അവരുടെ കുഞ്ഞിക്കണ്ണുകളാണ് അതിന് കാരണമായിട്ടുള്ളത്. സമയം മറ്റൊരു വിഷയത്തിലേക്ക് ചില വിഷയങ്ങൾ വളരെ തുറന്ന് ചില അഭിപ്രായങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ട അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അതായത് ഷർട്ട് ധരിക്കാതെ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ നമുക്ക് അനുവാദം കിട്ടണം. അതായത് ഷർട്ട് ഊരി അല്ലെങ്കിൽ ഷർട്ട് മാറ്റിക്കൊണ്ട് ഒരു ക്ഷേത്ര ദർശനം നടത്തുക എന്നത് ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ക്ഷേത്ര ദർശനവും നവീകരിക്കുക എന്നൊരു ആശയം സ്വാമിജി പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ കാലം മാറിയിരിക്കുന്നു, പരിഷ്കൃത ജനതയാണ്. അപ്പോ പണ്ടത്തെക്കാളൊക്കെ കൂടുതൽ ജനബാഹുല്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഉടുപ്പൊക്കെ ഊരി വേർത്തൊലിച്ച് പരസ്പരം മുട്ടി ഉരുമി ക്ഷേത്രത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് ചർമ്മരോഗങ്ങൾ ഉണ്ടാവുകയും ശുചിത്വത്തെയൊക്കെ പരിപാലിക്കാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പുരുഷന്മാർ, അതിൽ തന്നെ യുവാക്കന്മാർക്ക് ഉടുപ്പ് ഊരി ക്ഷേത്രദർശനം നടത്താനൊന്നും അവരെ ഇഷ്ടപ്പെടുന്നില്ല. ആൺകുട്ടികൾ സ്വന്തം മുറിയിൽ നിന്ന് തന്നെ വെളിയിലേക്ക് വരുന്നത് ദേഹം ആച്ഛാദനം ചെയ്ത് മറച്ചുകൊണ്ട് മാത്രമാണ്. അവരുടെ ശരീരം നഗ്നത കാണിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അത്രയേറെ മാറ്റം കാലത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ മാറ്റം ക്ഷേത്ര വിശ്വാസികൾ പൊതുവെ ശീലിക്കണം. പൊതുജനത, ചെറുപ്പക്കാരൻ ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നു പോകാന് ഈ ഉടുപ്പൂരിയെ ക്ഷേത്രത്തിൽ ദർശിക്കാവൂ എന്നുള്ള സ്ഥിതി കൊണ്ട് സംജാതമാവുകയുള്ളൂ. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് അസാൻമാർഗികമായ കാര്യങ്ങളിലേക്കൊക്കെ യുവജനത വഴുതിപ്പൊക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരെ കുറേയെങ്കിലും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി വളർത്തി സാത്വികരായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള വൈദിക കർമ്മങ്ങളിലും ഒക്കെ തന്നെയും ഒരു പരിഷ്കാരം കാലഘട്ടത്തിനനുസൃതമായി ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായ ഘടകമാണ്. മറ്റൊരു അഭിപ്രായം സ്വാമി തുറന്നടിച്ച് പറഞ്ഞത്, അതായത് ജാതി വ്യവസ്ഥ ഉള്ള ചില സ്ഥലങ്ങളിൽ, ചില ക്ഷേത്രങ്ങളിൽ ജാതീയമായി വേർതിരിവുണ്ടാക്കുന്ന ചില ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറയുകയുണ്ടായി. സ്വാമി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് സാധാരണ ജനവിഭാഗങ്ങളിടയിൽ ഒരു മനമാറ്റം ഉണ്ടാകണം. ആ മനമാറ്റം ഇങ്ങനെയെങ്കിലും ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത വെച്ചുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. ഗുരുദേവൻ അരികപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. ഈ മാമൂലനുസരിച്ച് കാര്യങ്ങൾ നടത്തൂ എന്ന് നിശ്ചയമാണ് എങ്കിൽ ഗുരുദേവന് പ്രതിഷ്ഠ നടത്താനോ ക്ഷേത്രം സ്ഥാപിക്കാനോ ഒന്നും യോഗ്യതയില്ല, അവകാശമില്ല. ഗുരുദേവൻ എന്ന ക്ഷേത്രം സ്ഥാപിച്ചില്ല. പരമ്പരാഗതമായ വിശ്വാസം മാമൂല് ബ്രാഹ്മണർക്ക് മാത്രം വിധിക്കപ്പെട്ടതാണെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആദസ്ഥ പിന്നോക്ക ജനവിഭാഗങ്ങൾ ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്കോ മറ്റു മതങ്ങളിലേക്കോ പരിവർത്തനം ചെയ്തു പോവുകയും ഇന്ന് ഈ ഹിന്ദു ജനത ഇത്രയെങ്കിലും കേരളത്തിലുണ്ട്. ആ സ്ഥിതി ആയിരുന്നെങ്കിൽ വളരെ 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 ന്യൂനപക്ഷമായി പോകുമായിരുന്നു. ഇന്നത്തെ ഈ സവർണ ബ്രാഹ്മണ സമൂഹത്തിന് ജീവിക്കാൻ പോലും കേരളത്തിൽ സാധിക്കുമായിരുന്നില്ല. അതിനുപോലും അവർക്ക് അവസരമുണ്ടായത് ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ആ ഒരു നവോത്ഥാന പ്രക്രിയയാണ് എന്ന് ഇവർ മനസ്സിലാക്കണം. സ്വാമി, ഇപ്പം അരുവിപ്പുറത്തെ കുറിച്ചൊക്കെ സ്വാമി സ്പർശിച്ച് സംസാരിക്കുകയുണ്ടായി. ഇപ്പം ഗുരുദേവൻ പലപ്പോഴും ഈ ആത്മീയ കേന്ദ്രങ്ങൾ അരുവിപ്പുറമായാലും ശിവഗിരി ആയാലും മരുത്താമലയൊക്കെ ആയാലും പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്ന ചില ആത്മീയ കേന്ദ്രങ്ങളാക്കിയാണ് മാറ്റുക. ഗുരുദേവൻ എന്തുകൊണ്ടായിരിക്കും ആ രീതിയിൽ അങ്ങനെ ഈ മരുത്താമല, ശിവഗിരി മഠം, പറയുന്ന പോലെ അരുവിപ്പുറം അങ്ങനെ ആ ഒരു അങ്ങനെ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ടായിരിക്കും ആത്മീയ കേന്ദ്രം നിലനിർത്തിയത്? ഗുരുദേവൻ വലിയ സൂക്ഷ്മ ദുഃഖമായില്ല.
ഒരു മഹാ എഞ്ചിനീയറായിരുന്നു. മഹാ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു മഹാ എഞ്ചിനീയറാണ്. ആ ദൈവം തമ്പുരാന്റെ കരവിരുതാണ് ഈ പ്രപഞ്ചത്തെ ഈ രൂപത്തിൽ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഇവിടെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ജീവിക്കുവാനുള്ള രീതിയിൽ കാലാവസ്ഥയും ശരീരപ്രകൃതിയും അന്തരീക്ഷവും അതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു മഹാനായ എഞ്ചിനീയറുടെ കരവിരുതാണ്. അതുപോലെ തന്നെ ആ ഒരു ഈശ്വര സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനാരായണ ഗുരുവും നിർവഹിച്ച സാമൂഹിക പരിഷ്കരണവും ആധ്യാത്മികമായ പരിഷ്കരണവും ആശ്രമങ്ങളും മഠങ്ങളും ക്ഷേത്രങ്ങളും ഇതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളതും വളരെ സുസൂക്ഷ്മ ദൃക്കായി നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സമതുലിതമായ അവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയെ കൂടി സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയുടെ തന്നെ ഒരു ഉപാസകനായി നിന്നുകൊണ്ടാണ് ഗുരുദേവൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഈ ശിവഗിരി മഠവുമായിട്ട് രാഷ്ട്രീയ ഭേദമന്യേ, ജാതി ഭേദമന്യേ, അല്ലെങ്കിൽ മതഭേദമന്യേ ആളുകളൊക്കെ സന്ദർശിക്കാറുണ്ട്, സ്വാമി ദർശിക്കാറുണ്ട്, സ്വാമിയുമായിട്ട് സംസാരിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ശിവഗിരി മഠത്തിന് രാഷ്ട്രീയമുണ്ടോ? ശിവഗിരി മഠത്തിന് ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു രാഷ്ട്രീയമില്ല. എനിക്കൊരൊറ്റ രാഷ്ട്രീയമുണ്ട്, ശ്രീനാരായണ രാഷ്ട്രീയം. ആ ശ്രീനാരായണ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങൾക്കും എല്ലാ മതസ്ഥർക്കും തുല്യമായ സാമൂഹ്യ നീതി ഉണ്ടാകും. തുല്യമായ സാമൂഹ്യ നീതി എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭരണപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കണം. എല്ലാവരെയും തൃപ്തരാക്കിക്കൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയമായ പ്രവർത്തന ശൈലി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടാകണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നടപ്പിലാക്കുവാൻ ശ്രമിക്കേണ്ടത് ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകളാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് നല്ല രീതിയിൽ തീരുമാനമെടുത്താൽ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന പല അനീതികളെയും ചെറുക്കുവാൻ സാധിക്കും എന്നുള്ള യാതൊരു സംശയം. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഗുരുദേവ ദർശനത്തെ കുറിച്ച് സർവ്വവ്യാപിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് തന്നെ മാതൃകയുള്ള ഒരു മഹത്തായ സന്ദേശം തന്നെ ഗുരുദേവൻ ഒരിക്കലും അതായത് സാധാരണ ഉത്സവ കാലങ്ങളിൽ കരിയും കരിമരുന്നും ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കണം എന്നൊരു സന്ദേശം ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ മറ്റൊരു പ്രസക്തി ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ കരിയെന്നും ഉദ്ദേശിച്ചത് അത് ആനയാണ്, കരിമരുന്ന് എന്ന് വെടിമരുന്നായി. ഗുരുദേവൻ ചെയ്ത് രണ്ട് കരിയും നമുക്ക് ആവശ്യം, ആനയും വെടിക്കെട്ടും ആവശ്യം. പക്ഷെ അതിന് ഉണ്ടാക്കുന്ന നമ്മൾ 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരു ഇത് പറഞ്ഞത്. ഇന്ന് വളരെ പ്രസക്തമായിരിക്കുന്ന കോടതികൾ പോലും അത് മനസ്സിലാക്കിക്കൊണ്ട് ഉത്സവത്തിന് അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണന് തന്നെ പറഞ്ഞിരിക്കുന്നു ഉത്സവത്തിന് ആനയ്ക്ക് പോലും രഥം വെച്ചാൽ മതി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതവും ദർശനം എടുത്ത് പരിശോധിച്ചാൽ ഗുരു ഒരു ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിയുടെയും ശങ്കരാചാര്യൻ്റെയൊക്കെ ഒരു പാരമ്പര്യത്തിൽ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു ജഗദ്ഗുരുവായിട്ട് ഗുരുവിനെ മനസ്സിലാക്കും. പാഠ്യപദ്ധതിയിൽ ഗുരുദേവന്റെ കൃതികളെ ഗുരുദേവ ദർശനങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താണ്? പാഠ്യപദ്ധതിയിൽ വാസ്തവത്തിൽ ഗുരുദേവന്റെ കൃതികളോ ജീവിതമോ ദർശനമോ ഒന്നും വേണ്ടവണ്ണം കടന്നു വന്നിട്ടില്ല. തമിഴ്നാട് ഗവൺമെന്റ് തിരുവള്ളൂരെ രാജ്യത്തിൻ്റെ ആസ്ഥാന ആചാര്യനായി അംഗീകരിച്ച് അവരുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും എന്ന് വേണ്ട എല്ലായിടത്തും തിരുവള്ളുവരുടെ സന്ദേശം പ്രചരിപ്പിക്കുകയും ഒരു ദ്രാവിഡ സംസ്കാരത്തെ വളർത്തിയെടുത്ത് ഒരു ഏകതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തമിഴ്നാട് ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തുന്നു. കേരളത്തെ ഐക്യപ്പെടുത്തുന്നതിനും കേരളത്തിലെ ഭൗതികവും ആധ്യാത്മികവുമായ സമഗ്രമായ പുരോഗതി കേരളീയ ജനതയ്ക്ക് കൈവരുത്തുവാൻ പര്യാപ്തമായതെല്ലാം ഗുരുവിൻ്റെ ജീവിതത്തിലും ദർശനത്തിലുമുണ്ട്. സ്വാമി, സാധാരണ ഇപ്പം ഡോക്ടർമാരിൽ ചില സ്പെഷ്യലിസ്റ്റ്, ഇപ്പോൾ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ എമർജൻസി മെഡിസിനിലൊക്കെ ഡോക്ടർമാരെ നമ്മൾ അപൂർവങ്ങളാണ്. കാരണം സാധാരണ MBBS കഴിഞ്ഞ ഡോക്ടർമാരെ പോലെ
ധാരാളം ഇങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് കാണാനില്ല. അപൂർവമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുന്നു. അതുപോലെ എനിക്ക് മറ്റൊരു സംശയവും, പുതുതായിട്ടല്ല സന്യാസിമാരെ കിട്ടാൻ പാടുണ്ടോ? ഇപ്പോൾ അല്ല, കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ടോ? സന്യാസിമാരെ കിട്ടാൻ അല്ലെങ്കിൽ സന്യാസ സമ്പ്രദായത്തിലേക്ക് കടന്നു വരാൻ ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളുടെയിലും വലിയ കുറവ് ഇടിച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാമിജി, നമ്മുടെ വടക്കേ മലബാറിൽ ഈ ഗുരുദേവന്റെ സന്ദേശം തെക്കേ മലബാറിലെ പോലെ അത്ര വേണ്ടത്ര പ്രചരിക്കുന്നില്ല എന്ന ആ അഭിപ്രായത്തോട് സ്വാമിജിയുടെ നിലപാടുണ്ടാകും. ഒരു കാലത്ത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 സംസ്ഥാനങ്ങളായിട്ടാണ് കേരളം വിഭജിക്കപ്പെട്ടിരുന്നത്. പിന്നീട് ഐക്യകേരളം ഉണ്ടായത് 1956. അപ്പോൾ ഗുരുദേവ സന്ദേശങ്ങൾ കൂടുതലായും പ്രചരിച്ചത് തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ. മലബാർ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, അതുപോലെ കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം, കാസർഗോഡും അതുപോലെ ഒരു സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തി. കാസർഗോഡ് കേന്ദ്രീകരിച്ചും പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് ഗുരുദേവൻ ശ്രമിച്ചിരുന്നു. ശിഷ്യന്മാരെ ഗുരുദേവനോട് അയച്ചിരുന്നു. പല സ്ഥലങ്ങളിലും ശിഷ്യന്മാരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരുകയും കമ്മിറ്റികൾ രൂപീകരിക്കുകയും അക്കാലത്ത് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ മലബാർ പ്രദേശങ്ങളിൽ ശിവഗിരി മഠത്തിൻ്റെ ആശ്രമങ്ങൾ കാര്യമായിട്ടുണ്ടായി. ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ചാണല്ലോ സന്യാസിമാരുടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. അപ്പോൾ മലബാറിലേക്ക് കടന്നു വന്ന ആ രൂപത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ മലബാർ പ്രദേശങ്ങളിലെ ഗുരുദേവ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു ഇടിവ് തട്ടി എന്നുള്ളത് കേവലമായത് സത്യമാണ്. ഗുരുദേവ പ്രസ്ഥാനം കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമൊക്കെ വികസിതമാകുവാൻ ശിവഗിരി മഠവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഭക്തജനങ്ങൾക്ക് സാധിക്കണം. അതിനാവശ്യമായ സ്ഥലം ഉണ്ടാകണം, ആശ്രമം ഉണ്ടാകണം. അതിനൊക്കെ വേണ്ടി ശിവഗിരിയോട് സഹകരിക്കുവാൻ ഈ പ്രദേശത്തുള്ള ആളുകളെ ഞങ്ങൾ ശിവഗിരിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാമിജി, കാസർഗോഡ് ശങ്കർ പ്രേക്ഷകരോട് ഇത്രയും സമയം സംസാരിച്ചതിന് എല്ലാവിധ നന്ദി, നമസ്കാരം.